നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. പെരിഫറൽ ആർട്ടറി ഡിസീസ് ആണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം ചേരുന്നത് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റും എൻഡോവാസ്കുലർ ആൻഡ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുമായ ഡോക്ടർ ലിജേഷ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ. ദീർഘകാലമായി പ്രമേഹമുള്ള ആളുകളിൽ ഡയബറ്റിക് ഫൂട്ട് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചില കേസുകളിൽ രോഗികൾക്ക് കാൽ മുറിച്ചു മാറ്റേണ്ടി വരുന്നതായുമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ അവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതിന് കാരണമാവുന്നത് എന്താണ്? ഡയബറ്റീസ് ആക്ച്വലി പല രീതിയിൽ നമ്മുടെ ബോഡിയെ ബാധിക്കാം. അതിനകത്തൊരു രീതിയാണ് നമ്മുടെ കാലിൻ്റെ ശുദ്ധരക്തക്കുഴൽ, ആർട്ടറീസ്. അതിനകത്ത് കാൽഷ്യം കൊളസ്ട്രോളും കൂടിയിട്ട് പ്ലാക്ക് ഉണ്ടായിട്ട് ഈ ആർട്ടറീസ് ബ്ലോക്കായി കഴിഞ്ഞാൽ താഴെ കാൽപാദങ്ങളിൽ രക്തോട്ടം നല്ലോണം കുറയാം. അപ്പം അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മുറിവുണ്ടായ സാധാരണ ഒരാളുടെ മുറിവാണെങ്കിൽ ഒന്നും ചെയ്യാണ്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ കൂടിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് മുറിവ് തന്നെ ഉണങ്ങിക്കോളും. ഇപ്പോൾ രക്തോട്ടം കുറവാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അവിടെ ആക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബ്ലഡ് വെസൽസ് ബ്ലഡ് അവിടെ എത്തുന്നില്ല. ബ്ലഡിനകത്ത് തന്നെ മുറിവ് ഉണക്കാനുള്ള ശേഷിയുണ്ട്. ഇൻഫെക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരാം, ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരാം. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മരുന്നുകളാണെങ്കിലും അവിടെ എത്തേണ്ടത്, ആ മുറിവിൽ എത്തേണ്ടത് ബ്ലഡ് വഴിയാണ്. അപ്പോൾ ബ്ലഡ് തന്നെ അവിടെ എത്തുന്നില്ലെങ്കിൽ ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോൾ അതുമൂലം കുറച്ച് കഴിഞ്ഞിട്ട് വലിയ ഇൻഫെക്ഷനായി മാറാം, ഗാംഗ്രീനായി മാറാം. ആൻഡ് ഓൾമോസ്റ്റ് നമ്മുടെ പെരിഫറൽ ആർട്ടറി ഡിസീസിനകത്ത് ഒരു 20-30% ആൾക്കാർക്ക് കാല് നഷ്ടപ്പെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. എന്താണ് ഈ പെരിഫറൽ ആർട്ടറി രോഗം അഥവാ PAD? പെരിഫറൽ ആർട്ടറി ഡിസീസ് മാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാൽപാദങ്ങളിലെ രക്തോട്ടം കുറയുന്ന കണ്ടീഷനാണ് പെരിഫറൽ ആർട്ടറി ഡിസീസ്. ഇതിൻ്റെ ഡയബറ്റീസ് എന്ന് വെച്ചാൽ ഒരു കാരണം മാത്രമാണ്. ഓൾഡ് ഏജ് എന്ന് വെച്ചാൽ വാർദ്ധക്യം, ഡയബറ്റീസ്, സ്മോക്കിംഗ്, കൊളസ്ട്രോൾ കൺട്രോൾ ആവാതിരിക്കുക, ഒബിസിറ്റി എന്ന് വെച്ചാൽ അമിതവണ്ണം, ആൻഡ് ലാക്ക് ഓഫ് എക്സസൈസ്. തീരെ എക്സസൈസ് ഇല്ലാത്ത ആൾക്കാർക്കാണ് സാധാരണ പെരിഫറൽ ആർട്ടറി ഡിസീസ് കാണുന്നത്. ഓക്കെ, ഈ പെരിഫറൽ ആർട്ടറി രോഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഏത് തരത്തിലുള്ള രോഗികളിലാണ് ഇതിന് കൂടുതൽ സാധ്യത? ഞാൻ ആദ്യം ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് യൂഷ്വലി ഓൾഡ് ഏജ്, വാർദ്ധക്യമുള്ള ആൾക്കാർ, ഡയബറ്റീസ്, സ്മോക്കിംഗ്, നമ്മുടെ ഒബിസിറ്റി എന്ന് വെച്ചാൽ അമിതവണ്ണമുള്ള ആൾക്കാർ, നമ്മുടെ പിന്നെ പറയുന്നത് വെച്ചാൽ ചില ഗുളിക കഴിക്കുന്ന ആൾക്കാർ, സ്റ്റീറോയിഡ്സ് കുറേ എടുക്കുന്ന ആൾക്കാർ, അവർക്കാണ് സാധാരണ ഇത് കാണാറ്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് 1 in 3 എന്ന് വെച്ചാൽ 100-ൽ 33 അല്ലെങ്കിൽ 30-40% ആൾക്കാർക്ക് പെരിഫറൽ ആർട്ടറി ഡിസീസ് രോഗം ഉണ്ടാവും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെരിഫറൽ ആർട്ടറി ഡിസീസിനകത്ത് പറയും യെസ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഷുഗറുള്ള ആൾക്കാർ, ഒരു പേഷ്യൻറ്റ് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ 1+1 അല്ല, അത് more than 1+1 ആണ്. എന്ന് വെച്ചാൽ more than 2 ആണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ. So all these risk factors act together, especially if there is more than one risk factor, the chance of the patient getting peripheral artery disease will be very high. വളരെ ഹൈ ചാൻസ് ആയിരിക്കും പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ടാവാൻ. ഓക്കെ, എന്തൊക്കെ മുൻകരുതലുകളാണ് വരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ടത്? എസ്പെഷ്യലി ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ദേ ഷുഡ് ബി ഡൂയിങ് ദ റെഗുലർ ചെക്കപ്പ്. ഇടയ്ക്ക് അവരെ ഡയബറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ എൻഡോക്രിനോളജിസ്റ്റ് അല്ലെങ്കിൽ ഫിസിഷ്യനെ കാണിക്കേണ്ടതാണ്. ദിൽ ചെക്ക് റെഗുലർലി, രക്തോട്ടം എങ്ങനെയുണ്ട്, കാലിൻ്റെ കണ്ടീഷൻ ഇടയ്ക്ക് നോക്കും അവർ. ഡയബറ്റീസ് പ്രോപ്പർലി കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഏർലി സ്റ്റേജ് ഓഫ് പെരിഫറൽ ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, പെരിഫറൽ ആർട്ടറി ഡിസീസ് തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ എക്സസൈസ് ഹാസ് ടു ബി മസ്റ്റ്. ഷുഗർ പ്രോപ്പർലി കൺട്രോൾ ചെയ്യണം. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് ഡെഫിനറ്റ്ലി നിർത്തണം. പിന്നെ ഫിസീഷ്യൻസ് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഡയബറ്റീസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ, അവർ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. എങ്ങാനും കാലിൽ മുറിവ് വന്നാൽ, ഷുഗറുള്ള ആൾക്കാർ എങ്ങാനും കാലിൽ മുറിവ് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അവർ ഡോക്ടറെ കാണേണ്ടതാണ്. കാരണം രക്തോട്ടം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മുറിവ് ഇൻഫെക്ഷനായിട്ട് മാറാം, ഗാംഗ്രീനായിട്ട് മാറാം. സോ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും ആക്റ്റീവ് സ്മോക്കിംഗ് ഉള്ള ആൾക്കാരും ഈ കണ്ടീഷൻ വളരെ വളരെ ഹൈ റിസ്ക് ആണ്. ആൻഡ് പ്രിവെൻറ്റ് ചെയ്യാൻ 100% പ്രിവെൻഷൻ പോസിബിൾ അല്ല, ബട്ട് ചാൻസ് നമുക്ക് നല്ലോണം കുറയ്ക്കാൻ പറ്റും.
ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. പ്രഭാകരനാണ് ഗോവയിൽ നിന്ന്. പ്രഭാകരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. നടക്കണമെന്നുള്ള പറഞ്ഞുണ്ട്. ഇങ്ങനെ ഈ ഡയബറ്റീസ് ഉള്ളവർ ഒത്തിരി നടക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് ഒത്തിരി നടക്കേണ്ടതാവുന്നു. Definitely, sir. Definitely. At least ഒരു 30 to 45 minutes ഡെയിലി വാക്കിംഗ് മസ്റ്റ് ആണ്. അത് പെരിഫറൽ ആർട്ടറി ഡിസീസ് തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും. പെരിഫറൽ ആർട്ടറി ഡിസീസിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സിംറ്റംസ് വെച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം നടക്കുന്ന സമയത്ത് കാലിൻ്റെ ഒന്നീ ഗ്ലൂട്ടിയൽ റീജിയൻ വെച്ചാൽ നമ്മുടെ തൈ റീജിയൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ കാഫ് മസിൽസ് അവിടെ പെയിൻ തുടങ്ങും. അതിനാണ് ക്ലോഡിക്കേഷൻ പെയിൻ എന്ന് പറയുക. പിന്നെ പതുക്കെ അത് കൂടി ബ്ലോക്ക് കുറച്ചുകൂടി സിവിയർ ആകുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തും പെയിൻ തുടങ്ങും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാലിലെ മുറിവ് ഉണ്ടാവാം, ഗാംഗ്രീൻ ഉണ്ടാവാം. സോ ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ എക്സസൈസ് മസ്റ്റ്. എക്സസൈസ് ചെയ്യുമ്പോൾ കൊളാറ്റൽസ് ഒക്കെ ഡെവലപ്പ് ആവും ആൻഡ് നമ്മുടെ ഇത് ഷുഗർ കൺട്രോൾ ആവും ആൻഡ് ബോഡി മെക്കാനിസംസ് ഒക്കെ ഇംപ്രൂവ് ആയിട്ട് പെരിഫറൽ ആർട്ടറി ഡിസീസ് വരാനുള്ള ചാൻസും കുറയും. ഓക്കെ ഡോക്ടർ, പെരിഫറൽ ആർട്ടറി രോഗം വരാൻ സാധ്യതയുള്ള ആളുകൾ അവരെന്തൊക്കെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡോക്ടർ കേൾക്കാമോ? ഓക്കെ, ഡോക്ടറിലേക്ക് തിരിച്ചെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ക്യൂ തുടരുന്നു. ഡോക്ടർ, ഈ പെരിഫറൽ ആർട്ടറി രോഗം വരാൻ സാധ്യതയുള്ളവർ അവരെന്തൊക്കെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സോ പെരിഫറൽ ആർട്ടറി ഡിസീസിനകത്ത് മാം ഇനീഷ്യലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് നടക്കുന്ന സമയത്ത് ആള് നടക്കുമ്പോൾ കാലിൻ്റെ കാഫിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ തൈ റീജിയനിൽ പെയിൻ ഉണ്ടാവാം. കുറച്ച് നേരം നിന്നാൽ പെയിൻ കുറയും, പിന്നെ വീണ്ടും കുറച്ച് നേരം നടന്നാൽ വീണ്ടും പെയിൻ തുടങ്ങും. ഇതാണ് ക്ലോഡിക്കേഷൻ പെയിൻ, ടിപ്പിക്കൽ പെയിൻ ആണ്. സോ ഈ കണ്ടീഷനകത്ത് എല്ലാവർക്കും ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർ ജോലിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ നല്ലോണം ആക്റ്റീവായിരിക്കണം. എന്ന് വെച്ചാൽ ചില ആൾക്കാർ നല്ലോണം നടക്കുന്ന ആൾക്കാരായിരിക്കാം, ചില ആൾക്കാർ നല്ലോണം സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അവർക്ക് ഇങ്ങനത്തെ പെയിൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ലിമിറ്റിംഗ് ക്ലോഡിക്കേഷൻ എന്ന് പറയും. അവരെ എല്ലാ ദിവസവും ഉള്ള ആക്ടിവിറ്റീസ് തന്നെ ഇത് ബാധിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ആൾക്കാർ ഡെഫിനറ്റ്ലി നമ്മൾ എന്നുവെച്ചാൽ റീവാസ്കുലൈസേഷൻ എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് മാറ്റമുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി ആക്റ്റീവ്ലി ആലോചിക്കും. ഷുഗർ ഉള്ള ആൾക്കാർക്ക് മിക്കവാറും ഇത് കാണുന്നത് കുറച്ച് വയസ്സുള്ള 50+ 60 ഇയേഴ്സ് ആ ഏജിലാണ് സാധാരണ ഇത് കാണാറ്. അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ ആക്ടിവിറ്റീസ് ഓബ്വിയസ്ലി കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് നല്ലോണം കുറേ ദൂരം നടന്നാലും ഇങ്ങനത്തെ പെയിൻ തുടങ്ങുള്ളൂ. അങ്ങനത്തെ ഡെഫിനറ്റ്ലി നമ്മൾ മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യുക. മെഡിസിൻ കൊണ്ട് തന്നെ അവരുടെ ആക്ടിവിറ്റീസ് കുറച്ച് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് വെച്ചാൽ നമ്മൾ എപ്പോഴും പേഷ്യനോട് ചോദിക്കുന്നത് എത്ര ദൂരം നടക്കുമ്പോഴാണ് പെയിൻ വരുന്നത്. അപ്പോൾ അതിനെയാണ് ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുക. അതിൻ്റെ അളവ് കൂടി കിട്ടുകയാണെങ്കിൽ തന്നെ മെജോറിറ്റി ആൾക്കാർ വളരെ ഹാപ്പി ആയിരിക്കും. സോ അവരുടെ ലൈഫ് സ്റ്റൈൽ ലിമിറ്റേഷൻ കുറയും. അങ്ങനത്തെ ആൾക്കാർ മെഡിസിൻ കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. കുറച്ച് കഴിഞ്ഞിട്ട് ആണ് ക്രിട്ടിക്കൽ ലിംബ് ഇസ്കീമിയ. ക്രിട്ടിക്കൽ ലിംബ് ഇസ്കീമിയ എന്ന് വെച്ചാൽ ഒരു ക്രിട്ടിക്കൽ ലെവൽ കഴിഞ്ഞാൽ കാലിൽ രക്തോട്ടം വളരെ കുറഞ്ഞ അവസ്ഥയിൽ വരും. അങ്ങനത്തെ കണ്ടീഷനിലെ ആൾക്കാർക്ക് വരുന്നത് റെസ്റ്റ് പെയിൻ എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുമ്പോഴും വേദന ഉണ്ടാവുക. സെക്കൻഡ് തിങ്, ഒരു ചെറിയ മുറിവ് പെട്ടെന്ന് ഉണങ്ങാണ്ടിരിക്കുക, അത് വലുതായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാലിൻ്റെ വിരൽ കറുത്തുകൊണ്ടിരിക്കുക, കാലിൻ്റെ ഇൻഫെക്ഷൻ പെട്ടെന്ന് മാറാണ്ടിരിക്കുക. അതിനാണ് ക്രിട്ടിക്കൽ ലിംബ് ഇസ്കീമിയ എന്ന് പറയുക. ക്രിട്ടിക്കൽ ലിംബ് ഇസ്കീമിയ ആയി പോയാൽ അത് വളരെ സീരിയസ് കണ്ടീഷനാണ്. ക്രിട്ടിക്കൽ ലിംബ് ഇസ്കീമിയ വന്നാൽ ഓൾമോസ്റ്റ് 20% ആൾക്കാരുടെ കാല് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ക്രിട്ടിക്കൽ ലിംബ് ഇസ്കീമിയ എന്ന് വെച്ചാൽ ഈ വെറുതെ ഇരിക്കുമ്പോൾ പെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങാണ്ട് വരിക. അങ്ങനെയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് രക്തോട്ടത്തിൻ്റെ നമുക്ക് മനസ്സിലാക്കണം രക്തോട്ടം എങ്ങനെ ഉണ്ടെന്ന്. അത് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഏറ്റവും സിമ്പിൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പൾസ് തൊട്ട് നോക്കുക എങ്ങനെയുണ്ടെന്ന്. പൾസ് വളരെ നല്ലതാണെങ്കിൽ ക്രിട്ടിക്കൽ ലിംബ് ഇസ്കീമിയ ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം, മെഡിസിൻസ് തന്നെ മാനേജ് ചെയ്യാൻ നോക്കാം. ബട്ട് അതിന് കൂടെ തന്നെ നമ്മൾ ഡോപ്ലർ ഇവാലുവേഷൻ എന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് വഴി
നമ്മൾ രക്തോട്ടത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഡോപ്ലറിനകത്ത് നമുക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ഡോപ്ലർ നമുക്ക് ഉറപ്പുണ്ട് കുറവാണെങ്കിൽ ക്രിട്ടിക്കൽ ലിംബിസിയുള്ള ആൾക്കാർ നമ്മൾ ഡെഫിനറ്റ്ലി ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്തായാലും വേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡയബറ്റീസ് നമുക്കറിയാം കിഡ്നിനെയും ബാധിക്കാം. അപ്പോൾ കിഡ്നിനെ ബാധിച്ചിട്ടുണ്ട്, ക്രിയാറ്റിൻ വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം. DSC ആൻജിയോഗ്രാം ചെയ്തിട്ട് കാത്ത് ലാബിൽ കൊണ്ടുപോയിട്ട് ആൻജിയോഗ്രാം ചെയ്തിട്ട് എത്ര ബ്ലോക്ക് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിഡ്നിനെ അങ്ങനെ ഡയബറ്റീസ് ബാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് CT ആൻജിയോഗ്രാം ചെയ്യാം. കിഡ്നിനെ ബാധിച്ചുള്ള ആൾക്കാർ നമുക്ക് MR ആൻജിയോഗ്രാം ചെയ്യാം. ഇതൊക്കെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ബ്ലോക്ക് എത്ര വലിയ ബ്ലോക്കാണ്. ഇഫ് ഇറ്റ് ഈസ് വെരി ലോങ് ബ്ലോക്ക് എന്ന് വെച്ചാൽ വളരെ നീളത്തിലുള്ള ബ്ലോക്ക് ആണെങ്കിൽ ബൈപ്പാസ് ആയിരിക്കും ട്രീറ്റ്മെന്റ് ഓപ്ഷൻ. ബട്ട് ചെറിയ ബ്ലോക്കാണ്, ജോയിൻസ് ക്രോസ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എൻഡോവാസ്കുലർ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ പിൻ ഹോൾ ഒരു ചെറിയ മുട്ടുസൂചി പോലെ ഒരു മുറിവുണ്ടാക്കിയിട്ട് തന്നെ നമുക്ക് ആ ബ്ലോക്ക് മാറ്റാൻ പറ്റാവുന്നതാണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. കോട്ടയത്ത് നിന്ന് സാബു ആണ്. സാബു, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. പ്ലീസ്. ഹലോ. എനിക്ക് ഒരു 2 വർഷം മുമ്പ് മൈന്യൂട്ടായിട്ട് ഒരു സ്ട്രോക്ക് വന്നായിരുന്നു. മൈന്യൂട്ട് എന്ന ഡോക്ടറാണെന്ന് പറഞ്ഞത് എന്നോട്. എനിക്ക് BP ഉള്ള ആളായിരുന്നു സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് തന്നെ. BP വൈകിട്ട് ചോറിലുണ്ടെച്ച് കിടന്നു കഴിഞ്ഞപ്പോൾ നേരം വെളുത്തപ്പോഴത്തേന് എന്റെ ഇടത് സൈഡ് ഈ തല തൊട്ട് ഇടത് സൈഡ് കൈയും കാലും എല്ലാം അങ്ങ് മരച്ചിരിക്കുന്നു. തൊട്ടാല് ഒരു പെരുപ്പും മരച്ച് ഒരു പോച്ചിലുമായിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അവരുടനെ സ്കാൻ ചെയ്തു. ബ്രെയിനാണ് സ്കാൻ ചെയ്തത്. ബ്രെയിൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഇയാൾക്ക് ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് ഒരു സ്ട്രോക്ക് വന്നതാണ്, ബ്രെയിനിനുള്ളിലെ ചെറിയൊരു ഞരമ്പ് ബ്ലോക്ക് ആയി പോയെന്ന് പറഞ്ഞു. അത് എപ്പോഴാ വന്നേ, സമയം ഓവറായി, ടൈം ഓവറായത് കാരണം നമുക്ക് ഇനിയിപ്പോൾ അത് അടിച്ചൊന്നും കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ കിടക്കും, ഇനി വരാതിരിക്കാനുള്ള മരുന്ന് നിങ്ങൾ കഴിക്കാൻ പറഞ്ഞ ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. കിടന്ന് പിറ്റേ ദിവസം ഇങ്ങ് വിട്ടു, വീട്ടിൽ വന്നു. എനിക്ക് കുറെ മരുന്നുകൾ 5-6 സൈസ് മരുന്നുകൾ ഇപ്പോഴും എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും വരാതിരിക്കാനുള്ള മരുന്നാണ് ഇപ്പൊ നിങ്ങൾ കഴിക്കുന്നത്, വന്നതിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെയും എനിക്ക് ഇടത് സൈഡ് തല തൊട്ട് നാക്ക്, ആ സൈഡ് കണ്ണ്, മൂക്ക്, ആ സൈഡ് നാക്ക്, ഇടത് കൈ കംപ്ലീറ്റ്, കാല് മുഴുവനും എല്ലാ സൈഡെല്ലാം ഇപ്പോഴും മരച്ച് തന്നെയായിരിക്കുന്നു. മരപ്പും പുകച്ചിലും. എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ കുസിപ്പം ബാത്റൂം എല്ലായിടത്തും പോകുന്നുണ്ട്. അത്യാവശ്യം കടകളിലെല്ലാം ഇപ്പം നടക്കാം. ആ പഴയതുപോലെ തന്നെ കംപ്ലീറ്റ് എനിക്ക് നടക്കാം. ഈ ഒരു നടപ്പും ഈ ഒരു പെരുപ്പും പുകച്ചിലുമാണ് എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ നിൽക്കുന്നത്. അത് മാറാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഡോക്ടർ? ഈ ബ്ലോക്ക് മാറ്റാൻ ഇനി എന്തെങ്കിലും വകുപ്പുണ്ടോ? അതെനിക്കൊന്ന് അറിയണം. അതിനാണ് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ പെരിഫറൽ ആർട്ടറി ഡിസീസ് ആണ്, കാലിന്റെ ബ്ലോക്കാണ്. എന്നാലും അതിന് റിലേഷനുള്ള ടോക്കാണ്, പ്രശ്നമാണ് അച്ഛനുള്ളത്. അച്ഛന് ഷുഗർ ഉണ്ടോ? അച്ഛന് ഷുഗർ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഉണ്ട്? ഷുഗറില്ല. BP-യുടെ ഗുളിക കഴിച്ചോണ്ടിരുന്നതാണ് നേരത്തെ. ഷുഗർ നോർമലാ. പുകവലി ഉണ്ടായിരുന്നോ? പുകവലി അന്നുണ്ടായിരുന്നു. ഇപ്പൊ അന്ന് തൊട്ട് പിന്നെ നിർത്തി. 2 വർഷം കഴിഞ്ഞു. അതെ. അപ്പോൾ അച്ഛൻ്റെ സ്ട്രോക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്ട്രോക്ക്, നമ്മുടെ ഹാർട്ട് അറ്റാക്ക്, പെരിഫറൽ ആർട്ടറി ഡിസീസ്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന പെരിഫറൽ ആർട്ടറി ഡിസീസ് ആണെങ്കിലും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഇതെല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ ഷുഗർ, സ്മോക്കിംഗ്, ഓൾഡ് ഏജ്, കൊളസ്ട്രോൾ കൂടുതലുണ്ടാവുക, എക്സസൈസ് ഇല്ലാത്ത ആൾക്കാർ, ഒബിസിറ്റി, ഇങ്ങനത്തെ ആൾക്കാർ ഈ 3 അസുഖങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ സ്ട്രോക്ക് ഉള്ള ആൾക്കാർക്ക് കാലിൻ്റെ അസുഖം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ ഇൻ എ സെൻസ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ടോക്കായിട്ട് റിലേഷൻ ഉണ്ട് അച്ഛന്. അപ്പോൾ അച്ഛൻ്റെ കണ്ടീഷനകത്ത് വന്ന ബ്ലോക്ക് എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഞരമ്പിൽ വന്ന ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ആ ബ്ലോക്ക് വന്നു. സ്ട്രോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 4.5 മണിക്കൂറിനുള്ളിൽ വന്നാൽ ഹോസ്പിറ്റലിൽ എത്തിയാലേ നമുക്ക് ത്രോംബലൈസ് ചെയ്യാൻ പറ്റും. ത്രോംബലൈസ് എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാണെങ്കിൽ ആ ബ്ലോക്ക് മാറ്റിയാലും നമുക്കൊരു ഗുണം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ആ ഭാഗം, ആ ചെറിയ രക്തങ്ങളിൽ സപ്ലൈ ചെയ്ത ബ്രെയിനിൻ്റെ ആ പോർഷൻ നശിച്ചുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ബ്ലീഡിങ് ചാൻസ് കൂടും. അപ്പോൾ 4.5 hours വരാണെങ്കിൽ മാത്രം നമുക്ക് ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. ആൻഡ് ആ ഡാമേജ് കാരണം വന്ന ആ സ്ട്രോക്ക് കാരണം വന്ന ഡാമേജ് അത് പതുക്കെ കുറയുള്ളൂ. കംപ്ലീറ്റ്ലി കുറയാനും ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ MRI ഒക്കെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. മിക്കവാറും അച്ഛൻ വന്നത് തെലാമിക് സ്ട്രോക്ക് ആയിരിക്കണം മിക്കവാറും. കാരണം തെലാമസിലാണ് സാധാരണ ഇങ്ങനെ പുകച്ചിലും ബാക്കി സെൻസേഷൻ, നംനെസ് ഒക്കെ ഉണ്ടാവുക.
അപ്പോൾ അത് നമുക്ക് പതുക്കെ ഫിസിയോതെറാപ്പിയും ബാക്കി മെഡിസിൻസ് കൊണ്ട് മാനേജ് ചെയ്യാണ്ട് ആ ബ്ലോക്ക് മാറ്റിയിട്ട് കാര്യമില്ല. കാരണം അത് വളരെ ചെറിയ രക്തക്കൊഴലാണ്. വലിയ രക്തക്കൊഴലുള്ള ബ്ലോക്ക് ആയിരുന്നെങ്കിൽ അച്ഛൻ എന്തായാലും കൈയും കാലും തളർന്നു പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. സോ അച്ഛനത് ജസ്റ്റ് ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ന്യൂറോളജിസ്റ്റിനെ നിങ്ങൾ കാണിക്കുക, ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക, മരുന്ന് കഴിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പുകവലി നിർത്തുക. കാരണം പുകവലി നിർത്തിയില്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു സ്ട്രോക്ക് വന്ന് വലിയൊരു സ്ട്രോക്ക് ആയിട്ട് വരാം. ഇനി വലിച്ചില്ലെങ്കിലും ഓൾറെഡി രക്തക്കൊഴലിനുള്ള ബ്ലോക്ക് ഡാമേജ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡോക്ടർ തന്നെ മരുന്ന്, മിക്കവാറും എക്കോസ്പിരിൻ ക്ലോപ്ലിറ്റ് ആയിരിക്കും. ആൻറ്റിപ്ലേജൻസ് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികയായിരിക്കും. അത് മുടങ്ങാണ്ട് കഴിക്കുക. സ്റ്റാറ്റിൻസിനോ കൊളസ്ട്രോളിൻ്റെ ഗുളികയാണ്, അത് മുടങ്ങാണ്ട് കഴിക്കുക. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ കൂടി ഉണ്ട്. സുധ തിരുവനന്തപുരത്ത് വന്ന്. സുധ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, എനിക്ക് 18 വർഷം കൊണ്ട് ഷുഗർ ഉണ്ട്. ഇപ്പോൾ എന്റെ പ്രായം 50 വയസ്സാണ്. എനിക്കിപ്പോ ഒരു 6 ദിവസമായിട്ട് എന്റെ കാലിന്റെ പാദത്തിന്റെ, അതായത് ഉപ്പൂറ്റിയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു റെഡ് കളറില് ഒരു വേദന ഉണ്ടായി. അപ്പൊ അത് എനിക്കൊരു, ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല, നാളെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല. എനിക്കൊരു 5 വർഷത്തിന് മുമ്പ് ഇതുപോലെ കുറച്ച് സ്ഥലം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ആദ്യമായിട്ടാണ് വീണ്ടും വരുന്നത്. അപ്പൊ അത് എന്താണ്, ഷുഗറിനെ സംബന്ധിച്ചാണോ എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻസ് ഉണ്ടോ? വെരിക്കോസ് വെയിൻസ് ഉണ്ടോ? ഉണ്ട്. സോ മാം, കാലിന്റെ ആങ്കിൾ റീജനിൽ എന്തെങ്കിലും സ്കിൻ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഉണങ്ങാത്ത മുറിവ് വരുന്നുണ്ടെങ്കിൽ അത് ഡയബറ്റീസ് കാരണമാവാൻ ചാൻസ് കുറവാണ്. മിക്കവാറും അതിന്റെ കോസ് ഇപ്പോൾ വെരിക്കോസ് വെയിൻസ് എന്ന് വെച്ചാൽ നമ്മൾ വളരെ മുറിവില്ല ഡെഫിനറ്റ്ലി, ബട്ട് സ്കിൻ ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ മോസ്റ്റ് ലൈക്ലി സെല്ലൈറ്റിസ് ആയിരിക്കും അത്. എന്നുവെച്ചാൽ ചെറിയ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവും ആങ്കിൾ റീജിയനിൽ. അമ്മ പറയുന്ന ആങ്കിൾ റീജിയൻ ആണ്. ആങ്കിൾ റീജിയനകത്ത് ഒരു സ്കിന്നിൻ്റെ വ്യത്യാസം ഉണ്ടാവുക, ഇൻഫെക്ഷൻ ഉണ്ടാവുക, ചില ആൾക്കാർക്ക് കാലിലൂടെ കറുത്ത് വരും, ചില ആൾക്ക് മുറിവുണ്ടാവാം. അതൊക്കെ മോസ്റ്റ് ലൈക്ലി വെരിക്കോസ് വെയിൻ കാരണമാണ്. ഡയബറ്റീസ് കൊണ്ടോ അതോ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് വെച്ചാൽ ബ്ലോക്ക് കൊണ്ടല്ല. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ വെരിക്കോസ് വെയിൻ ആദ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഡോപ്ലർ ചെയ്തിട്ട് ചില ആൾക്കാർ പുറത്തുതന്നെ കാണാം, ചില ആൾക്കാരുടെ വെരിക്കോസ് വെയിൻ പുറത്ത് കാണുകയില്ല, ഹിഡൻ വെരിക്കോസ് വെയിൻസ് ആയിരിക്കും. അപ്പോൾ ഡോപ്ലർ പ്രോപ്പർലി ചെയ്തിട്ട് നമുക്ക് നോക്കണം വെരിക്കോസ് വെയിൻ്റെ തന്നെയാണോ. ക്ലിനിക്കൽ എക്സാമിനേഷൻ വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾ ആരെ കാണിക്കുന്നത് ആ ഡോക്ടറെ കാണിച്ചിട്ട് ഉറപ്പുവരുത്തുക ഇത് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമാണോ പെരിഫറൽ ആർട്ടറി ഡിസീസിൻ്റെ ആണോ. കാരണം രണ്ടിനും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്. കാരണം വെരിക്കോസ് വെയിൻ കാരണം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ തുടങ്ങി. കോംപ്ലിക്കേഷൻസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ കാല് കറക്കുക, മുറിവുണ്ടാവുക, ചിലർക്ക് നല്ല വേദന ഉണ്ടാവും. അപ്പോൾ ചില ആൾക്കാർക്ക് വെരിക്കോസ് വെയിൻ അത് രക്തം കട്ട പിടിക്കും. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ തുടങ്ങിയാൽ വെരിക്കോസ് വെയിൻ ചികിത്സിക്കണം. ചില ആൾക്കാർക്ക് ജസ്റ്റ് ചെറിയ വേദന, ചെറിയ കെട്ടുകഴപ്പായിരിക്കും, ചെറിയ ചൊറിച്ചിലായിരിക്കും, നീരായിരിക്കും, അതൊക്കെ നമുക്ക് സ്റ്റോക്കിങ്സ് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് അമ്മ പറഞ്ഞ സ്ഥിതി ഇതനുസരിച്ച് ചെറിയ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, സെല്ലൈറ്റിസ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ മിക്കവാറും അമ്മയ്ക്ക് ഈ സെല്ലൈറ്റിസ് ഇൻഫെക്ഷൻ മാറി കഴിഞ്ഞിട്ട് മിക്കവാറും അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ആൻഡ് റൈറ്റ് നൗ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള സയൻറ്റിഫിക് എവിഡൻസ് എന്ന് വെച്ചാൽ ശാസ്ത്രീയമായ ഇത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ലേസറാണ്. ലേസർ എന്ന് വെച്ചാൽ ഡേ കെയർ ആയിട്ട് ഒരു കാലാണെങ്കിൽ രാവിലെ വരാം, ചെയ്യുക, വൈകുന്നേരം പോവുക. വളരെ സിമ്പിൾ ട്രീറ്റ്മെൻ്റ് ആണ്. ആൻഡ് ലേസർ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 85-90% ആൾക്ക് വീണ്ടും വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം പ്രോപ്പർലി ഒന്ന് ക്ലിനിക്കൽ എവാലുവേഷന് വേണ്ടി നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. മിക്കവർക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്, അപ്പം രോഗം തിരിച്ചറിയാറുണ്ട്. പക്ഷേ ഈ പെരിഫറൽ ആർട്ടറി രോഗം ഉണ്ടായിരിക്കുകയും എന്നാൽ അതിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം അപകടകരമാണ്? ഡെഫിനറ്റ്ലി ഓൺലി ആഫ്റ്റർ സർട്ടൻ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഈ പെരിഫറൽ ആർട്ടറി ഡിസീസ് ലക്ഷണം പുറത്തു വരുള്ളൂ. അപ്പോൾ മിക്കവാറും ആൾക്കാർ നമ്മൾ കാണുന്നത് ഷുഗറുള്ള ആൾക്കാരുടെ കാലിൻ്റെ പൾസ് നോക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ഉണ്ടാവില്ല. 50% ആൾക്കാർക്ക് ഓൾമോസ്റ്റ് പൾസ് ഉണ്ടാവില്ല, സിംറ്റംസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പുറത്ത് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ലിമിറ്റ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പുറത്ത് വരാൻ തുടങ്ങുക. ഞാൻ ആദ്യം പറഞ്ഞാൽ നടത്തത്തിനാണ് ഒരു നോർമൽ വാക്കിംഗ് പറ്റില്ല. നടക്കുമ്പോൾ വേദന എടുക്കുക, കുറച്ച് നടക്കുമ്പോൾ വേദന എടുക്കുക, അവിടെ കുറച്ച് നിൽക്കേണ്ടി വരിക, നിന്ന് കഴിഞ്ഞ് വേദന മാറുമ്പോൾ വീണ്ടും നടക്കുക, പിന്നെ വീണ്ടും നിൽക്കേണ്ടി വരിക, കയറ്റം കയറുമ്പോൾ കുറേ നല്ല ബുദ്ധിമുട്ടുണ്ടാവുക. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഡോക്ടറെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. എന്ന് വെച്ചാൽ രക്തോട്ടം കുറവാണെങ്കിൽ
അപ്പം അങ്ങനത്തെ ആൾക്കാർ പ്രോപ്പർലി മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോപ്പർ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷണം ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. PID പൂർണ്ണമായിട്ട് ചികിത്സയിലൂടെ ഭേദപ്പെടുത്താനാകുമോ, അതോ നിയന്ത്രിച്ചു നിർത്താൻ മാത്രമേ കഴിയുകയുള്ളൂ? യെസ് മാം. 100% ഇത് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൺഗോയിങ് ഡിസീസ്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബോഡീൻ്റെ ഒരു പാർട്ടായി മാറി. എന്ന് വെച്ചാൽ സ്മോക്കിംഗ് നിർത്തിയാലും അതിൻ്റെ എഫക്റ്റ് കുറേ അത് ജീവിതകാലം മൊത്തം ഉണ്ടാവും. ഡയബറ്റീസ് വന്നാൽ അതിൻ്റെ എഫക്റ്റ് ജീവിതകാലം മൊത്തം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഒന്ന് വെയിറ്റ് കുറയ്ക്കുക, സ്മോക്കിംഗ് നിർത്തുക, ഡയബറ്റീസ് പ്രോപ്പർലി മാനേജ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്ലോഡിക്കേഷൻ എന്ന് വെച്ചാൽ നടക്കുമ്പോഴുള്ള വേദന മാത്രമാണെങ്കിൽ നമുക്ക് ഗുളിക മാനേജ് ചെയ്യാൻ പറ്റും മെജോറിറ്റി ആൾക്കാരിൽ. ബട്ട് ഉണങ്ങാത്ത മുറിവുണ്ടായ, അല്ലെങ്കിൽ കാല് കറക്കാൻ തുടങ്ങിയ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ പെയിൻ തുടങ്ങിയ, പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും, ദെൻ ഇറ്റ്സ് എമർജൻസി സിറ്റുവേഷൻ. അത് നമുക്ക് പെട്ടെന്ന് ആ ബ്ലോക്ക് മാറ്റിയേ പറ്റൂ. അപ്പോൾ ഏത് രീതിയിലാണ് ബ്ലോക്ക് മാറ്റേണ്ടത് അത് ഡിപ്പെൻഡ് ചെയ്യും. എവിടെയാണ് ബ്ലോക്ക് ഉള്ളത്, എത്ര നീളത്തിലാണ്, ജോയിൻറ്റ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടോ, അതനുസരിച്ചാണ്. പണ്ട് ഞങ്ങൾ എൻഡോവാസ്കുലർ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാറ്. എൻഡോവാസ്കുലർ എന്ന് വെച്ചാൽ മുറിവില്ലാണ്ട് തന്നെ അത് ബ്ലോക്ക് മാറ്റാം. അപ്പോൾ പണ്ട് അത്ര അഡ്വാൻസ് അല്ലായിരുന്നു. ബട്ട് നൗ വളരെ അഡ്വാൻസ് ടെക്നീക്സ് ആണ്. ഇപ്പോൾ ലോകം തന്നെ എൻഡോവാസ്കുലർ ട്രീറ്റ്മെൻറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എൻഡോവാസ്കുലർ ട്രീറ്റ്മെൻറ്റ് ഗുണം എന്ന് വെച്ചാൽ ഒരു മുറിവോ തുള്ളൊന്നും ഉണ്ടാവില്ല. വൂണ്ട് ഇൻഫെക്ഷൻ വെച്ചാൽ മുറിവ് പഴുക്കാൻ ചാൻസ് കുറവാണ്. ബട്ട് എല്ലാ ബ്ലോക്കും നമുക്ക് എൻഡോവാസ്കുലർ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. വലിയ ബ്ലോക്കാണെന്ന് വെച്ചാൽ നമ്മുടെ അരക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് തന്നെ ബ്ലോക്ക് തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബൈപ്പാസ് തന്നെയാണ് ഈ സമയത്തും ഏറ്റവും നല്ലത്. ഡോക്ടർ, ഇത് ശരിയായി ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇല്ലെങ്കിൽ കൃത്യമായ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ PID ഉണ്ടാക്കാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? മാം, പെരിഫറൽ ആർട്ടറി ഡിസീസ് ഏറ്റവും മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ നമ്മൾ കാണുന്നത് ആംപുട്ടേഷൻ തന്നെയാണ്. ആംപുട്ടേഷൻ എന്ന് വെച്ചാൽ കാല് മുട്ടിൻ്റെ മുകളിൽ നിന്നെല്ലാം താഴെ നിന്ന് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ, അതാണ് മേജർ ആംപുട്ടേഷൻ. ബാക്കി ഓരോ വിരൽ പോവുകയാണെങ്കിൽ ഡിസാർട്ടിക്കുലേഷൻ, അല്ലെങ്കിൽ കാൽപാദത്തിൻ്റെ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് കാലിൽ നടക്കാൻ പറ്റും ഷൂസ് ഒക്കെ ഇട്ടാൽ. ഏറ്റവും ഡിസാസ്ട്രസ് എന്ന് വെച്ചാൽ ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഫാമിലി തന്നെ ഒരു പ്രശ്നത്തിലാക്കുന്ന കണ്ടീഷനാണ് മേജർ ആംപുട്ടേഷൻ, അല്ലെങ്കിൽ BK മുട്ടിൻ്റെ അവിടെ നിന്ന് മുറിച്ച് മാറ്റുന്ന കണ്ടീഷൻ. കാരണം അങ്ങനെ വന്നാൽ ആ പേഷ്യൻറ്റിനെ മാത്രമല്ല ബാധിക്കുന്നത്, ആ ഫാമിലി മൊത്തമായിട്ട് ബാധിക്കും. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവെൻഷൻ റേഡിയോളജി അസോസിയേഷൻ്റെ മോട്ടോ ഇതാണ്, സേവ് ലിം സേവ് ഫാമിലി. എന്ന് വെച്ചാൽ ആ ഒരാളുടെ കാല് രക്ഷിക്കുമ്പോൾ ആ ആളെ മാത്രമല്ല രക്ഷിക്കുന്നത്, ആ ഫാമിലിനെ മൊത്തമായിട്ട് രക്ഷിക്കുന്നത്. കാരണം ഒന്ന് പേഷ്യൻറ്റ് കാല് മുറിച്ച് മാറ്റി ഓൾമോസ്റ്റ് 40% ആൾക്കാർ വിതിൻ 6 months മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല സോഷ്യൽ പ്രശ്നങ്ങളുണ്ട്. ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ആളെ കെയർ ചെയ്യാൻ വേണ്ടി വേറെ ആൾക്കാർ നോക്കണം, ആൾക്ക് സ്വന്തം കാര്യം നോക്കാൻ പറ്റില്ല. നമുക്കറിയാം കാല് മുറിച്ച് മാറ്റുന്ന അവസ്ഥ വന്നാലും യങ് പീപ്പിൾ ആണെങ്കിൽ പിന്നെ അവർ പ്രോസസ്സ് ആയിട്ട് നടക്കാൻ നോക്കും. എന്ന് വെച്ചാൽ വെപ്പ് കാല് വെച്ച് they can get trained. ബട്ട് നമ്മുടെ പല പേഷ്യൻസ് ഇങ്ങനെ വേണ്ടി വന്ന ആംപുട്ടേഷൻ വേണ്ടി വന്ന പല പേഷ്യൻസ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടും മെജോറിറ്റി ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ അറിയില്ല, യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കണ്ടീഷൻ. അപ്പോൾ അവർ അതൊന്നും നടക്കാണ്ട് ദേ ജസ്റ്റ് ഗെറ്റ് ബെഡിൽ മാത്രം ഇരുന്ന്, അല്ലെങ്കിൽ ഒരു കസേര മാത്രം ഇരുന്ന് ബാക്കി ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി നമ്മുടെ പേഷ്യൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വേറെ പല പ്രശ്നങ്ങളുണ്ടാവും. ഹാർട്ട്നെസ്സും കൂടും, വരാൻ ചാൻസ് കൂടുതലാണ്, ഒബിസിറ്റി ഉണ്ടാവും. അത് മാത്രമല്ല പെരിഫറൽ ആർട്ടറി ഡിസീസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉള്ള ആൾക്കാർക്ക് സ്ട്രോക്ക് വരാൻ ചാൻസ് കൂടുതലാണ്, ഹാർട്ട്നെസ്സും വരാൻ ചാൻസ് കൂടുതലാണ്, കിഡ്നി ഗ്യാസും വരാൻ ചാൻസ് കൂടുതലാണ്. സോ ഇത് ഒരു ജസ്റ്റ് ആ വിരലിൻ്റെ കണ്ടീഷൻ അല്ല, അതിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് ബോഡീനെ മൊത്തമായിട്ട് ബാധിക്കും. ശരി, വളരെ നന്ദി ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾക്ക് മറുപടി നൽകിയതിന്. താങ്ക് യു. ഡെഫിനറ്റ്ലി. ഡോക്ടർ ക്യൂ പൂർണ്ണമാവുന്നു. നമസ്കാരം.